ഹലോ ഗൈസ്, ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് 22 ഓഗസ്റ്റ് ഞങ്ങളുടെ ഇളയ മോൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒന്ന് ചെറിയൊരു ഗെറ്റ് ടുഗദർ പോലെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. വലിയ ആഘോഷമൊന്നുമല്ല, ചേട്ടൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും മാത്രം. ഹാപ്പി ബർത്ത്ഡേ എവിടെ നോക്കട്ടെ. ചേട്ടൻ ഇവിടെ എനിക്ക് പല്ലേക്കണുള്ള ആള് ഇന്നലെ കുറേ ലേറ്റായി, അതുകൊണ്ട് മടിഞ്ഞ് കിടന്ന് പല്ലേക്കണത്. അവിടെ പോയി പല്ലേക്കടാ. ഇനി ഹാപ്പി ബർത്ത്ഡേ ടു യു കൈകൊട്ടിട്ടു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ടുട്ടുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. കേക്ക് വേണോ? പായസം വേണോ? ബിരിയാണി വേണോ? കേക്ക് കൊതിയാനാണ്. വേഗം കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വേഗം റെഡിയാവും നമുക്ക്. മിടുക്കൻ. അത് വേഗം കളിച്ചേ. പിങ്ക്. ഇനി അതെന്താണ്? ബ്ലൂ പറഞ്ഞേ. മിടുക്കൻ. അതെന്താണ്? ഗ്രീൻ പറഞ്ഞേ. ഗ്രീൻ. മിടുക്കൻ. ഇത് യെല്ലോ പറഞ്ഞേ. യെല്ലോ പറഞ്ഞേ. ഓറഞ്ച്. ഇതെന്ത് കളറാണ്? റെഡ് പറഞ്ഞേ. റെഡ്. എന്താണ്? റെഡ് പറ. ഗുഡ് ബൈ. ടുട്ടു പല്ലിച്ചാൻ പോകണേ. പേസ്റ്റൊന്നും വേണ്ട. ടുട്ടുന്റെ ബജ്ജി. പപ്പ ഉണ്ടാവടാ. ആഹാ, കൊച്ചിന് പപ്പനെ കാണിച്ചു കൊടുത്തേടാ. ടുട്ടുവിന് എന്തോ ഗിഫ്റ്റ് ഉണ്ടല്ലോ. കരിപ്പിക്കല്ലേ. ഹാപ്പി ബർത്ത്ഡേ പയ്യന്. അയ്യോ, ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് കറിയാൻ പാടില്ല. പാപ്പ തിന്നാ. ബാ പാപ്പ തിന്നാ. പാപ്പ നൂഡിൽസ് തിന്നാ. നൂഡിൽസ് ടുട്ടുന്റെ ഫേവറേറ്റ്. എങ്ങനെ യമ്മി. ചേട്ടാ ഉറക്കനെ വിളിച്ചേ. ഇങ്ങോട്ട് വാ എന്ന് പറ. പാപ്പ തിന്നാലും വായോ എന്ന് പറ. ആ ടുട്ടുന്റെ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം നമുക്ക്. ചേട്ടൻ വന്ന് ചേട്ടനെ കൊടുക്കും ഒരു ബൈക്ക്. അച്ചോടാ, അത് വാങ്ങിച്ചോടാ ചേട്ടന്. ചേട്ടൻ കളിപ്പിക്കടാ. എന്നാ ഇനി ചേട്ടന് കൊക്ക്. എന്നാ ചേട്ടന് പാപ്പം വേഗം. എനിക്ക് അതിനും വേണം. അച്ചോ ഗുഡ് ബൈ മിടുക്കൻ. ഇനി ടുട്ടു കഴിച്ചോട്ടാ. അങ്ങോട്ട് കോരി കേട്ടോ. ടുട്ടുന് വേണോ ചിക്കൻ? വേണ്ട വേണ്ട അല്ലേ, ടുട്ടുനൊന്നും വേണ്ട. ടുട്ടുന് ഇച്ചി ചിക്കൻ. ഞങ്ങൾ അവിടെ ഡെക്കറേഷൻ തുടങ്ങുമ്പോൾ ഇവൻ അവൻ്റെ വകയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരേ ബലൂണുകൾ കൊണ്ട് പൊട്ടിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഒരുവിധം ബലൂണൊക്കെ പൊട്ടിച്ചു തീർത്തു. ഒരു ഡെക്കറേഷനൊന്നും കുറേ ബലൂൺസ് ഒന്നും വെക്കാൻ പറ്റിയില്ല. അവൻ ഒരു ബലൂൺ എടുത്തുകൊണ്ട് വരാ, അത് പൊട്ടിച്ച് വീണ്ടും അടുത്തത് എടുക്കാൻ വരാം. ഇത് തന്നെയായിരുന്നു പരിപാടി. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നൊന്നും ബർത്ത്ഡേ അല്ല, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ വിട്ടുകൊടുക്കുകയായിരുന്നു. ഇഞ്ഞിട്ടൊന്നും തരൂലാട്ടാ. പോകണാള്. വാ കാറ്റ് പോകണല്ലോ. അമ്മ തരുന്നിട്ടാ. അതിന്റെ കാറ്റ് പോകണ്ട. ഇതെന്ത് കളറാണ്? ഗ്രീൻ. മെടുക്കാൻ. വാവ്. അയ്യോ അയ്യോ, അത് ഒട്ടിക്കട്ടെ പോനോ. അവിടെ പോയി വെറുതെ നിൽക്ക്. വാവ്, ഞാൻ നോക്കിക്കോളാം. കാര്യല്ലേ. ഡെക്കറേഷൻ സ്റ്റാർട്ടായിട്ടും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അവൻ കിടന്ന് കരച്ചിൽ തന്നെയായിരുന്നു. ഇത് ഒരു കണക്കിനാണ്. അവസാനം ഞാൻ പറഞ്ഞു, ഉള്ള ബലൂൺ എത്രയാണ് ബാക്കിയെന്ന് വെച്ചാൽ അത് സ്റ്റിക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. എന്നാലും അവൻ ഓരോന്ന് വാശി കാട്ടി അത് വേണമെന്നും പറഞ്ഞ് കരയായിരുന്നു. അങ്ങനെ അവനൊന്ന് റിലാക്സ് ആക്കാൻ വേണ്ടി ഇടിയും അവൻ്റെ കൂടെ ബലൂണൊക്കെ വെച്ച് കുറച്ച് നേരമൊക്കെ കളിച്ച് ചിരിച്ചൊക്കെ നടന്നു. അപ്പോഴാണ് ആളൊന്ന് ഈ ബലൂണൊക്കെ ഞങ്ങൾക്കൊന്ന് ഒട്ടിക്കാൻ സമ്മതിച്ചു തന്നത്. വാവ്, ബലൂൺ. ബലൂണാണ്. ചേട്ടക്ക് കാണിച്ചു കൊടുത്തേ. കുളിഞ്ഞു നോക്കണം. കുളിഞ്ഞു നോക്കണം അർജുൻ അതില്. നമ്മൾ കണ്ടില്ലേ? മറന്നോയാ ടുട്ടുവാ. എന്താണ് ആള് ഉഷാറായി വരണുള്ളൂ. ബലൂൺ പറഞ്ഞേ.
കാറ് പിന്നെ ആളുടെ ജീവനാണല്ലോ. ചേട്ടൻ പോയി ഫുഡ് വാങ്ങി വന്നപ്പോഴേക്കും ഗേറ്റിൽ കാറ് കണ്ടപ്പോഴേക്കും അവൻ ചാടി കയറി ഓടിയിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇവിടം വരെയും അവനിങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം. അവൻ്റെ വിചാരം അവനാ വണ്ടി ഓടിക്കണമെന്നാണ്. ഫുഡ് ബിരിയാണി ആയിരുന്നു. അതിനുള്ള ചിക്കൻ റോസ്റ്റ്, മോര്, അച്ചാറ്, ചിക്കൻ 65, പിന്നെ റൈത്ത, ബിരിയാണി, കുറച്ച് സവാള കുനുകുനാന്ന് അരിഞ്ഞിരുന്നു. പിന്നെ പായസത്തിന് പാലട പ്രഥമനായിരുന്നു. വെജും നോൺ വെജും ഉണ്ടായിരുന്നു. വെജ് വീട്ടിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. ബർത്ത്ഡേ ആയിട്ട് മോന് സദ്യ കൊടുക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലുണ്ടാക്കിയത് ഇഞ്ചമ്പുളി, മോര്, ക്യാബേജ്, അച്ചാറ്, പയറും ചേനയും, പിന്നെ സാമ്പാർ, പപ്പടവും പായസവും. ഇതായിരുന്നു സദ്യയ്ക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. ചേട്ടൻ്റെ അനിയൻ്റെ മോൻ ദുബായിൽ നിന്ന് വന്നതാണ്. അവൻ കളിച്ച് തിമിർത്ത് ആകെ ആവശ്യതയായിപ്പോയി. വേഗം വിശന്നു. അപ്പോൾ അവന് വേഗം ബിരിയാണി അച്ചാമ്മ വാരി കൊടുത്തു. അത് തന്നെയാണ് ആദ്യത്തെ. ഇന്ന് ബർത്ത്ഡേ ആയ കാരണം തോന്നുന്നു ആൾക്ക് വലിയൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കരച്ചിലും ഒരു വല്ലാത്തൊരു മൂഡ് തന്നെയായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. കളി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ സാധാരണ ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. വല്ലാത്തൊരു വാശിയായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു മൈൽ സ്റ്റോൺ കടക്കല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഉണ്ടാവുന്നു. അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും ആൾക്ക് പനിയൊക്കെ ആയി. സദ്യ കഴിക്കാണ്ടായപ്പോൾ ഞാൻ ബിരിയാണി സെക്ഷൻ ആൾക്കാരുടെ കൂടെ ഇരുത്തി നോക്കി. അവൻ അതും കഴിച്ചില്ല. അത് പിന്നെയും ഒരു പിടിയെങ്കിലും അവൻ കഴിച്ചു. Turn the steering here and correct. But it will go slowly. It's for babies. Okay, turn. No. There is. Wow. Oh. Very good. They parne pone. Ay. Oh. From where did you get it? Okay. He's asking. Can you type please? ഞാൻ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും എടുത്തില്ല. പക്ഷേ കുട്ടികളുടെ പുറകിൽ ഓടി കിടന്ന് ഞാൻ ആവശ്യതയായി. അതുകൊണ്ട് ഞാനും വേഗം ഭക്ഷണം കഴിച്ചു. ഹാർലി ഡേവിഡ്സൺ സൈക്കിൾ, അത് ഞങ്ങളുടെ പറഞ്ഞ പോലെ തന്നെ ഇതിക്കുട്ടൻ്റെ 2ാം വയസ്സിൽ ഞങ്ങൾ കൊടുത്ത ഇതായിരുന്നു. അതിനൊരു കുഴപ്പമില്ല. ഫിഷർ പ്രൈസിൻ്റെയാണ്. ഞങ്ങളെല്ലാവരും അത്യാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇവനും ഞങ്ങളത് മൂടി പിടിപ്പിച്ച് കൊടുത്തത്. അപ്പോൾ എല്ലാ ആദ്യത്തെ കളിപ്പാട്ടങ്ങളിങ്ങനെ കൊടുക്കുമ്പോൾ അവന് പറ്റാത്തതൊക്കെ ആണെങ്കിൽ ചേട്ടനെ കൊണ്ട് ഇരുത്തിപ്പിച്ചിട്ട് അവൻ്റെ മുമ്പിലിരിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ആയത്. ഇത് അവൻ്റെ കാലൊന്നും എത്താറായിട്ടില്ല, കുഞ്ഞല്ലേ. ഇരുന്ന് ഒന്ന് ഐഡിയ മനസ്സിലായപ്പോഴേക്കും അവൻ ചേട്ടനെ ഗെറ്റൗട്ടടിച്ചു. ചവിട്ടാൻ കാലെത്താറായിട്ടില്ല, എന്നാലും ആൾക്ക് നല്ല ഇഷ്ടമായി. ആഹിലിൻ്റെ കൂടെ ഇരുന്ന് ഭയങ്കര ഇതായിരുന്നു. ഇപ്പോൾ ഇതിക്ക് 40 കിലോ ഉണ്ട്. എന്നിട്ടും അവൻ ആ സൈക്കിൾ ഓടിച്ചിട്ട് അവനൊരു കുഴപ്പമില്ല. ആ 2 വണ്ടികളും അതെ, ആഹിലിരിക്കുന്നതും അതെ, ഇതും അതെ, രണ്ടും ഇതി ഓടിക്കാറുണ്ട്. അതിനൊരു ഞളക്കോ ഒന്നും സംഭവിക്കാറില്ല. അതാണ് ക്വാളിറ്റി പ്രൊഡക്ട്സിൻ്റെ ഉള്ള ഗുണം എന്ന് പറയണത്. കേക്ക് കട്ടിങ് 4 മണിക്കായിരുന്നു. ഇവിടെ ചേട്ടൻ്റെ ട്വിൻ സിസ്റ്റർ ഉണ്ട്. ആളുടെ മക്കൾക്ക് പരീക്ഷയായിരുന്നു. അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുവരെയും കുട്ടികൾ കളിയായിരുന്നു. അവിടെ കിടന്ന് തിമിർത്ത് സൈക്കിളൊക്കെ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു. അവർ നല്ലപോലെ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. അത് ശരി, നേരത്തെ നീ ഇരിക്കണായിരുന്നു, നിർത്തണില്ല. അവൻ നേരത്തെ ഇതിരുന്ന് അവൻ ഇരിക്കണായിരുന്നു. കളിപ്പെട്ടു. അതിലെ നടക്ക വെച്ചിട്ടുണ്ടല്ലോ.
ഇവിടെ വന്നാൽ സാധാരണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടുട്ടൂന് ഒരു നടത്തമൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അവൻ കളിച്ചും തിമിർത്തും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും അപ്പോൾ നോക്കിയപ്പോൾ ഒരു പുതിയ ചെരുപ്പ്, അവൻ്റെ പാകത്തേക്കാളും വലിയ ചെരുപ്പിട്ട് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ അതൊക്കെ ഇട്ട് നടന്ന് ഒന്ന് സെറ്റൊക്കെ ആയി നോക്കിയപ്പോഴേക്കും ടുട്ടൂനിവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും തൊടിയിലും ഒക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനപ്പോൾ പുറകിൽ ഇങ്ങനെ നടക്കുകയും ചെയ്യും. അവൻ കുറേയൊക്കെ അങ്ങനെ നടന്നൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവനങ്ങനെ. അപ്പോഴേക്കും ബാക്കിൽ നിന്ന് അവൻ വന്നു. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന്, ഇവൻ എന്ന് വെച്ചാൽ ദുബായിലുള്ള കാരണം ഇങ്ങനെ നാട് പ്രദേശവും ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. രണ്ടാമത്തെ പ്രാവശ്യമാണ് നാട്ടിൽ ഇപ്പോൾ വരുന്നത് ജനിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ആൾക്കും എല്ലാവരും ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവൻ്റെ കൂടെ തൊടിയിൽ നടന്നും കളിച്ചും ചിരിച്ചും ഒക്കെ കുറേ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു അവർ രണ്ടുപേരും. എവിടേക്കാണ് പോണേ? അവൻ്റെ ഫേവറേറ്റ് ടോയ് ആണ് കാർ. അത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയപ്പോൾ നാത്തും വന്നപ്പോൾ അതാണ് കൊണ്ടുവന്നത്. ആൾ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കേണ്ടതിന് ടയർ ഉണ്ടോ, വർക്കിംഗ് ആണോ, എന്ത് കിട്ടിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ നോക്കുമ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായിട്ടോ, നന്നായിട്ട് കളിക്കുന്നുണ്ടായി. അത് നല്ല വലിയ കാറും ആണല്ലോ, നല്ല പിങ്ക് കളറും ഒക്കെ ആൾക്ക് നല്ല ഇഷ്ടമായി. ആൾ നല്ലപോലെ അത് കളിക്കുന്നുണ്ടായിരുന്നു. നാല് മണി കഴിഞ്ഞപ്പോഴേക്കും നാത്തൂനും കിഡ്സും എത്തി. അപ്പോൾ പിന്നെ കേക്ക് മുറുക്കണേൻ്റെ തിക്കും തിരക്കിലും ആയി എല്ലാവരും. പക്ഷേ ടുട്ടു അപ്പോഴും കാറ് കൂട്ടി കളിക്കുകയായിരുന്നു കേട്ടോ. ഇവിടുത്തെ കുട്ടികളെല്ലാവരും ചോക്ലേറ്റ് കേക്കിൻ്റെ പ്രിയന്മാരാണ്. ചെറുതിനും അതെ, ചോക്ലേറ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവൻ പക്ഷേ ആരെക്കൊണ്ടും തീറ്റിപ്പിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവിടുത്തെ അച്ചാച്ചനും അച്ചാമ്മയൊക്കെ കൊടുത്തിട്ടും അവൻ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ വിചാരിച്ചു ഞാൻ അവർ കൊടുത്തിട്ടായിരിക്കുമോ എന്ന് ഓർത്തു. മിനുവേട്ടൻ കൊടുത്തു, എന്നിട്ടും അപ്പോഴും സമ്മതിക്കണില്ല. ആൾക്ക് ഒറ്റയ്ക്ക് തിന്നണം. അത് കഴിഞ്ഞ് ആൾ ഒറ്റയ്ക്ക് അവൻ്റെ ഇഷ്ടം പോലെ പതുക്കനെ, ഞങ്ങൾ ആരും ഒന്നും അവനെ ഡിസ്ട്രാക്ട് ചെയ്യാനും പോയില്ല. അവൻ പതുക്കനെ സമാധാനത്തിൽ അവൻ്റെ ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു സ്പൂണുകളെടുത്ത് തൃപ്തിയോടെ കഴിച്ച് നിന്നു അവിടെ. ഇന്നത്തെ ദിവസം പിന്നെ ഇങ്ങനെ വിട്ടുകൊടുത്തേർക്കായിരുന്നു. ഒന്നും ഒരു റെസ്ട്രിക്ഷൻസോ ഒന്നും എടുത്തില്ല. അതോ കഴിച്ചോളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ ആകെ മത്ത് പിടിച്ചു. അപ്പോൾ പിന്നെ ആകെ ടയേർഡായി. സാധാരണ ഞാനാണ് അവനെ കേക്കൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ കഴിക്കാനിരുന്നപ്പോൾ എന്നെയും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റേന്ന് വേണമെന്നും പറഞ്ഞ് വാശിയായിരുന്നു. അങ്ങനെ ഞാൻ കൊടുത്തിട്ടും അതും അവൻ സമ്മതിക്കണില്ല. അവന് തന്നെ കഴിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ ഷെയർ അവന് കൊടുത്തിട്ട് വേറെ എനിക്ക് എടുക്കേണ്ടി വന്നു. പക്ഷെ അത് ജസ്റ്റ് ഇങ്ങനെ കുറച്ചോ കഴിച്ചുള്ളൂ ആൾ. എന്നാലും ആൾക്ക് എന്താണാവോ ഇന്ന് എല്ലാവരും ഭയങ്കര വാശികളായിരുന്നു. അവൻ എന്നെ ചെയ്യണം എന്നുള്ള, ഞാൻ കുറച്ച് വലുതായി എന്നുള്ള തോന്നലായിട്ടാണാവോ അതോ കഴിച്ചോളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ ആകെ മത്ത് പിടിച്ചു. അപ്പോൾ പിന്നെ ആകെ ടയേർഡായി വേഗം കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ
9 മണിക്കാണ് എനിക്ക് വന്നത്. അപ്പോഴാണ് ആൾ പാലട ചോദിക്കുന്നത്. പാലടയും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പാലടയും ഒരു 1/2 ഗ്ലാസ് കുടിച്ചിട്ട് അപ്പോൾ തന്നെ പാലട കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ആകെ വേറെ ഭക്ഷണം ഒന്നും കഴിച്ചില്ല. ആളാകെ മത്ത് കുടിച്ചോണം പൂസായി. അത് കഴിഞ്ഞ് വീണ്ടും ആകെ ക്ഷീണമായപ്പോഴേക്കും രാത്രി ആയപ്പോഴേക്കും ചെറിയ പനി പോലെയും ആകെ കരച്ചിലും ബഹളവും നീർക്കെട്ടുമൊക്കെ ആയിട്ട് ഒഴിഞ്ഞക്കിട്ടു എല്ലാവരും ഇതാക്കി. എന്നാലും ആൾ വേഗം കിടന്നുറങ്ങി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ടുട്ടുമോൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്